ശ്രീമതി എം സുൽഫത്ത്, ഇവിടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കണ്ടത്. അത് കേരളത്തിലെ സിനിമാ മേഖലയിലെന്നല്ല, കേരളത്തിന് പുറത്തുള്ള സിനിമാ മേഖലയിൽ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാണുകയാണ്. പലരും കേരളത്തിന്റെ മാതൃക പിന്തുടരാൻ അവിടെ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ ബേസിലാണ്. ഇവിടെ കേരളത്തിന്റെ സാഹചര്യം നോക്കിയാൽ സിനിമയ്ക്ക് പുറത്തും ചില പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ പേർ തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിവിൻ പോളി എന്ന നടനെതിരെ ഗുരുതര ആരോപണം ഉയരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ കൂടുതൽ പേർ തുറന്നു പറച്ചിലിന് ഇപ്പോഴും തയ്യാറായി ധൈര്യപൂർവ്വം മുന്നോട്ട് വരുന്നു എന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ പല സാഹചര്യങ്ങളിലും സ്ത്രീ പക്ഷത്ത് നിന്ന് സംസാരിച്ച് കണ്ടിട്ടുള്ള ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വിശ്വാസമില്ല എന്ന തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വരുന്നു. അവർക്കെതിരെ എതിർ സ്വരം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നു. ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ഒരു സമയത്ത് ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, ഇതുപോലെയുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ പലപ്പോഴും ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. കാരണം ആദ്യമായിട്ട് ഈ മേഖലയെ കുറിച്ച് വലിയ ഒരു താര പരിവേഷമുള്ള ഒരു മേഖല ഈ രീതിയിലാണ് എന്ന് ആളുകളൊക്കെ പറയുമ്പോൾ അതിനെതിരെ അല്ലെങ്കിൽ ആ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ചില ബോധമൊക്കെ മാറി മറിയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഘട്ടത്തിൽ ഇത്തരം തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഒരു തൊഴിൽ മേഖല ഇത്രമാത്രം ലൈംഗികത അരാജകത്വം എന്നല്ല പറയുന്നത്, ലൈംഗിക പീഡനങ്ങൾ നിറഞ്ഞതാണെന്നും ആ തൊഴിൽ മേഖലയിൽ തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായിരുന്നുവെന്നും, സ്ത്രീകൾക്ക് മാത്രമല്ല മറ്റു വിഭാഗങ്ങൾക്കും തൊഴിൽ സുരക്ഷിതത്വം ഇല്ലായിരുന്നുവെന്നും, ഈ മേഖല പരിഷ്കരിക്കപ്പെടേണ്ടതിന് മുന്നോടിയായി നടക്കുന്ന ഒന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് ഈ തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ പുറത്തു വന്ന ആളുകളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അവിടെ ശ്രീമതി എം സുൽഫത്ത്, ഞാൻ ഒന്ന് ഇടപെട്ട് സൂചിപ്പിച്ചോട്ടെ. ഇപ്പോൾ കുറേയധികം തുറന്നു പറച്ചിലുകൾ നടക്കുന്നു. നേരത്തെ നമുക്കറിയാം, നേരത്തെയും മലയാള സിനിമയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പലതരത്തിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കുറേയധികം പേർക്കെങ്കിലും അക്കാര്യങ്ങളിലൊക്കെ ധാരണയുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടായിരിക്കുന്നു, പല വിഗ്രഹങ്ങളും ഉടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കിടയിൽ പോലും പലതരത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ എന്ന് പറയുന്നവരെല്ലാം ഈ തരത്തിലുള്ള അനുഭവങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉടലെടുത്തിരിക്കുന്നു. അങ്ങനെ സ്ത്രീകളെ ഒന്നടങ്കം, സിനിമാ മേഖലയിലെ സ്ത്രീകളെ ഒന്നടങ്കം ആക്ഷേപിച്ചിരിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് ഇതിനെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ടിനെ തള്ളിപ്പറഞ്ഞ് വരുന്നവർ എത്തുന്നത്. ഇല്ല, പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുകയൊന്നുമില്ല. പൊതുസമൂഹത്തിൽ ഒരു വിഭാഗം എല്ലാ കാലവും മീറ്റു ലോകത്താകമാനം വന്നപ്പോ, മീറ്റു വരുന്ന സമയത്തും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈംഗിക പീഡനങ്ങളെ മറച്ചു വെച്ചിരുന്ന, മൂടി വെച്ചിരുന്ന ആ ലൈംഗിക പീഡനം അതിന് ഇരയായ സ്ത്രീയുടെയും അവരുടെ കുടുംബത്തിന്റെയും അവരുടെ നാടിന്റെയും ഒക്കെ മാനം നഷ്ടപ്പെടുത്തും എന്ന് വിചാരിച്ച് മൂടി വെച്ചിരുന്ന സാഹചര്യത്തിൽ ലൈംഗിക പീഡനങ്ങൾ തുറന്നു പറയുന്ന ഘട്ടത്തിലും ഇതൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിന് ഇരയായവരെ പലപ്പോഴും ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്ന, തിരിച്ച് മറ്റുള്ള അപമാനം മാറ്റി വെച്ചിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളെയും അങ്ങനെ കാണുന്നുണ്ട് എന്ന് അതൊരു തോന്നല് മാത്രമാണ്. അതുപോലെ തന്നെ ഈ പരാതിപ്പെട്ട മുഴുവൻ കേസുകളും പക്ഷെ തെളിയിക്കപ്പെടാൻ കഴിഞ്ഞൊന്നും വരില്ല. എല്ലാം തെളിയിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഈ ഒരു തൊഴിൽ മേഖല, നമുക്കറിയാം മുതൽ കാലഘട്ടത്തിൽ ഈ ജന്മിമാര് എങ്ങനെയാണോ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മള് ശബ്ദത്തിൽ ചില പ്രശ്നം